അത് വിട്ടു. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മുഖ്യമന്ത്രി നേരത്തെ അങ്ങ് ആരോപണം ഉന്നയിച്ചപ്പോൾ കേട്ട വിമർശനങ്ങളാണ്. ഞാൻ തന്നെ ഉന്നയിച്ചൊരു വിമർശനമാണ്. അത് ഞാൻ തുറന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങ് 150 കോടി രൂപയുടെ വിമർശനം നിയമസഭയിൽ അങ്ങ് ഉന്നയിച്ചു. നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ പുറത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല പുറത്ത്. കാരണം അങ്ങേക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയനാക്കാൻ കഴിയും. പക്ഷേ ഹാഫിസ് കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽ നിന്നുള്ള നമ്മുടെ ഹാഫിസ് പരാതിയുമായി പോയി ഒരു കേസ് വിജിലൻസ് കോടതിയിൽ കൊടുക്കുന്നു. വിജിലൻസ് കോടതി പക്ഷേ അന്ന് ഹാഫിസിനോട് തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങ് പറഞ്ഞ് കേട്ടറിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിയർസേ എവിഡൻസ് എന്നാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അന്ന് അങ്ങനെ ഹാഫിസിന് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ആ കേസ് പിന്നെ മുന്നോട്ട് പോയില്ല. വിജിലൻസിൻ്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കേസല്ല നടത്തി ഇങ്ങനെ ഇത് ഒന്നും ഉള്ളതില്ല, ഇത് മറ്റ് തെളിവുകളൊന്നുമില്ല എന്ന് അവർ കണ്ടത്. പക്ഷേ അങ്ങയുടെ മൊഴിയെടുക്കാൻ അപ്പോൾ വിജിലൻസിന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം താങ്കൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ താങ്കൾക്ക് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ ഇതാ നമ്മൾ അന്ന് ചോദിച്ചതാണ്. അന്ന് വൈകുന്നേരം ഞാനും അങ്ങും തമ്മിൽ സംസാരിച്ചിരുന്നു ലൈവായി. അങ്ങേക്ക് തെളിവ് പുറത്തു വിടാമല്ലോ, അതെന്തുകൊണ്ട് വിടുന്നില്ല? അപ്പോൾ താങ്കൾ വലിയ രീതിയിലൊരു വെടി പൊട്ടിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ളവർ കണ്ടെത്തട്ടെ എന്ന് പറയുന്നു എന്ന സ്ഥിരം പല്ലവിയായി മാറുന്നു എന്നൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞ മറ്റാരോപണങ്ങളെ നിഷേധിക്കുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഓക്കെ, അല്ല, ഈ വിഷയത്തിൽ ഞാനിപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എന്നെ അതിൽ നിന്ന് നിങ്ങൾ കുറ്റവിമുക്തനാക്കി തരണമെന്ന അഭിപ്രായം റിക്വസ്റ്റും എൻ്റെ ഭാഗത്തുനിന്നില്ല. ആ പോലീസിന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാമായിരുന്നു. താങ്കൾ എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്താൽ അതിന് അനുമതി കിട്ടുമല്ലോ. അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു യുദ്ധത്തിൽ തൽക്കാലം ഞാൻ ഒറ്റ ഫോക്കസിലാണ് പോകുന്നത്. തൽക്കാലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല, വിഷമമില്ല. അല്ല, ജസ്റ്റ് അതിൻ്റെ നമ്മൾ എല്ലാ വശങ്ങളും സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല ശ്രീ പി വി അൻവർ. അങ്ങ് തുറന്നു വെച്ചത്, അങ്ങ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങ് തുടങ്ങി വെച്ച ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോലീസിംഗ് സംവിധാനത്തെ മെച്ചപ്പെടുത്താനാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം 2 പിണറായി സർക്കാരിൻ്റെ കാലയളവിലുമായി 17 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പല ഘട്ടങ്ങളിലും. മാത്രവുമല്ല, പോലീസിംഗ് ആണ് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ അല്പമെങ്കിലും മോശപ്പെടുത്തിയതെന്ന് പരക്കെ അഭിപ്രായവുമുണ്ട് എന്ന കാര്യവും അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആ പോരാട്ടത്തിനൊന്നും അങ്ങ് ഒറ്റയ്ക്കല്ല, ഒരു പൊതുസമൂഹം അങ്ങയുടെ കൂടെ ഉണ്ടാവും. ഇത് അടിസ്ഥാനമായ സംശയങ്ങളായിരുന്നു. നമുക്കിനി വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങയുടെ പരിമിതി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ മാനിക്കുന്നു. തീർച്ചയായും അങ്ങ് ഇന്ന് തന്നെ മടങ്ങുമോ നിലമ്പൂരിലേക്ക്? അതായത് തലസ്ഥാനത്തെ അങ്ങയുടെ രാഷ്ട്രീയ വരവിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം പൂർത്തിയായി? തീർന്നു. ഞങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുക. അതെ, അങ്ങ് വന്നതിന് ശേഷം ഉള്ള ബ്രേക്കിംഗ് വാർത്തയിലാണ് പി ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ CPM ഗൗരവമേറിയ പരിശോധനയ്ക്ക് തയ്യാറാവുന്നു എന്നതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ബ്രേക്കിംഗ്. സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. താങ്ക് യു ശ്രീ പി വി അൻവർ. അങ്ങ് ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. രാവിലെ ഈ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നോൺ പൊളിറ്റിക്കലാണ്, വളരെ പേഴ്സണലായ ചോദ്യമാണ്, എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി. കഴിഞ്ഞ ഒരു 6-7 മാസമായി താങ്കൾ ഇതിൻ്റെ ഗവേഷണത്തിലായിരുന്നല്ലോ. എനിക്കൊന്ന് 6-7 മാസങ്ങളായി തന്നെ താങ്കൾ ഇതിന് പിന്നിൽ തെളിവുകൾ ശേഖരിക്കാനും ഒക്കെ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇതിനിടയിൽ പല ആളുകളും താങ്കളെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു, ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരുപാട് അസ്വസ്ഥത പേഴ്സണലി താങ്കൾക്കുണ്ടായിരുന്നു ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ? എനിക്കൊരു അസ്വസ്ഥതയില്ലേ. അതെന്നെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എനിക്കൊരു അസ്വസ്ഥതയില്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ 2 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ മുമ്പിൽ ഇതിൽ വരുന്ന വെല്ലുവിളികൾ എന്താണ്? ഒന്ന്, ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന ലോബികളെല്ലാം ചേർന്നിട്ട് ഒരു പക്ഷേ നാളെ എന്നെ അപായപ്പെടുത്തേക്കാം, അല്ലെങ്കിൽ എന്നെ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അടച്ചേക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അങ്ങനെ വന്നാൽ എന്താ, ഒരു 2, 3, 4 വർഷം ജയിലിൽ കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരു നല്ലൊരു റെസ്റ്റ് കിട്ടും. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ നമുക്ക് പറ്റില്ല. അങ്ങനെ 5-6 കൊല്ലം കിടക്കാൻ അത് ഞാൻ മാനസികമായിട്ട് തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം ആലോചിച്ച് പിന്നെന്താ വരാനുള്ളത്? ഈ പറയുന്ന ഒന്നുകിൽ മരണപ്പെടും, അല്ലെങ്കിൽ 4-5 വർഷം നമ്മൾ എന്താ പറയുക ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെന്താ വരുന്നത്? ഈ 3 അക്ഷരം തെറിക്കും. ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ യാതൊരു എന്താ പറയുക ഒരു സങ്കോചമോ ഒരു ടെൻഷനോ ഒന്നും ഈ വിഷയത്തിൽ എനിക്കില്ല. അല്ല, അതെന്തോ ആവട്ടെ, നമ്മളൊരു ഓട്ടോറിക്ഷ തട്ടിയാലും മരിക്കില്ലായിരുന്നു. നമ്മളെ ലൈഫിനൊക്കെ എന്ത് വാല്യൂ ഉള്ളത്? ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ആ മരണത്തെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, അതിന് പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കത് തട്ടി നീക്കാൻ കഴിയില്ല.
നമ്മൾ മരണം നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ ആ മരിക്കപ്പെടേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഖുർആൻ പറയുന്നത്. അതിലൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മുന്നോട്ടോ പിന്നോട്ടോ മാറില്ല എന്ന് എൻ്റെ ഖുർആൻ എന്നെ പഠിപ്പിക്കുക. പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? എൻ്റെ കയ്യിലല്ലല്ലോ ഇതെല്ലാം ആളുകൾ പേടിച്ച് നടക്കുന്നത്. പിന്നെ എനിക്കതിലെന്താ ഭയപ്പെടാനുള്ളത്? അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ഒരു ടെൻഷനുമില്ല. എനിക്കെന്താ വെച്ചാൽ ഞാൻ ലക്ഷ്യം വെച്ച പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിലും അതിൻ്റെ അഗ്രസീവ്നെസ്സിലുമാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷനല്ല, അതിൽ ഞാൻ മെനക്കെടും. ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട്. ആകാശം ഇടിഞ്ഞ് വീണാലും ഉറങ്ങുന്ന ആളാണ് ഞാൻ. ആ കിടന്ന ഒരു മിനിറ്റിൽ ഞാൻ ഉറങ്ങും. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പണി ഇതൊന്ന് കൂട്ടിക്കെട്ടാനുള്ള എൻ്റെ അങ്ങേയറ്റത്തെ പരിശ്രമത്തിന് വേണ്ടിയിട്ട് തല ഓഫാകാറേ ഇല്ല. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് റൂമിലെത്തി 2:30 മണിക്ക് ഞാൻ കിടന്നിട്ട് ഞാൻ ഡൽഹിയിൽ വന്ന് എന്നെ വിളിക്കുമ്പോഴാണ് സുഖമായിട്ട് ഉറങ്ങി ഞാൻ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യം കൂടി, സുജിദാസ് അട്ടിമറിച്ച് തുടങ്ങി എന്ന് താങ്കൾക്ക് സൂചന വല്ലതും കിട്ടിയിട്ടുണ്ടോ? താങ്കൾ ഇതങ്ങനെ സൂചിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ ചോദ്യം കൂടി ഒന്ന് ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി. അത് സ്വാഭാവികമല്ലേ, ആരായാലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തൂലേ? ഇത് അവസാനത്തെ പോക്കെന്നറിയില്ലേ? അപ്പോൾ കുറച്ചെന്തായാലും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും എന്നതിൽ നിന്നൊക്കെ വിടും. എന്തായാലും അകത്തേക്ക് പോവാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ആരെയും കയ്യോ കാലോ പിടിച്ചിട്ട് വല്ലതും നടക്കുമോ നോക്കാൻ അത് മനുഷ്യ സഹജമല്ലേ? അതിന് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, സുജിത് ദാസിനെ. അത് മനുഷ്യ സഹജമാണ്. താങ്ക് യു ശ്രീ പി വി അൻവർ.